എടാ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ ചിത്രത്തിൽ വിവാദമായ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് ഇന്നലെയാണ് നടൻ മോഹൻലാൽ രംഗത്തെത്തിയത്. തടി ചീത്തയാണെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞേക്കും. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിന്റെ ഖേദപ്രകടനം വന്നതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പേരുണ്ട്. തിരക്കഥാകൃത്ത് മുരളി ഗോപി. ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചിട്ടും മുരളി അവഗണിച്ചു. സൂചി എടുക്കണ പഴുതേ ഉള്ളൂ, ഇതേത് തൂമ്പാക്കായി എടുക്കണ പരിവാക്കണം. ഇവിടെ ഒരു തരത്തിൽ പോലും ഇദ്ദേഹം ഒരു മറുപടി പോലും അതിനെ തർക്കിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ്. എടാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഖേദപ്രകടനം നടത്തിയുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരക്കഥാകൃത്ത് മുരളി ഗോപി ഷെയർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ കഥാപാത്രങ്ങളെ മെനഞ്ഞ അവയ്ക്ക് പേര് നൽകിയ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഈ പോസ്റ്റ് ഷെയർ ചെയ്തില്ല എന്നുള്ളത് ചലച്ചിത്ര ലോകത്ത് പൊതുവെ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടമേ ഉള്ളൂ, എന്റെ തന്തയുടെ. ഐ ആം അഗൈൻസ്റ്റ് സെൻസർഷിപ്പ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യേതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. എമ്പുരാനിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളി ഗോപിക്ക് അതൃപ്തി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിനെ പാടെ അവഗണിച്ചാണ് മുരളി ഗോപിയുടെ മൗനം. മോഹൻലാലിനോ പൃഥ്വിരാജിനോ എതിരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുരളി ഗോപി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയോ? പക്ഷേ കൃത്യമായും മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാത്തത് അതൊരു പ്രതിഷേധം തന്നെയാണ്. ഖേദം പ്രകടിപ്പിക്കാത്തത് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. ആ എഴുത്തിൽ ഒരു നിലപാടുണ്ട്, പറയേണ്ടത് പറയാനുള്ള ആർജവുമുണ്ട്. മാപ്പ് ജയം പറയൂല. എഴുത്തിനോളം ശക്തമായ വിമർശനം മറ്റൊന്നിനും ഇല്ലാത്തതിനാൽ തന്നെ അയാളുടെ എഴുത്തുകാരനും നിലപാട് കൊണ്ട് ശക്തനാണ്. അഴിയെങ്കി അഴി, കയറെങ്കി കയറ്. പക്ഷെ അതാണ് ആളുടെ നിലപാട് ഇന്ന് ഈ നിമിഷം വരെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.